കൊച്ചി കോർപ്പറേഷൻ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട റീഗൽ ഫ്ളാറ്റ് സമുച്ചയത്തിനായി വാങ്ങിയ ഭൂമി രജിസ്റ്റർ ചെയ്തത് തുച്ഛമായ വിലയ്ക്കാണെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി. തട്ടിപ്പുകൾ ഒന്നല്ല, പലവിധ തട്ടിപ്പുകളുണ്ട്. ആ തട്ടിപ്പിലൊന്നാണ് അണ്ടർ വാല്യുവേഷൻ. 7 മീറ്റർ ഇല്ലാത്ത വഴിയുണ്ടെന്ന് പറഞ്ഞ് ഫ്ളാറ്റ് നിർമ്മിച്ച ഭൂമി രജിസ്റ്റർ ചെയ്തത് സെന്റിന് ശരാശരി വെറും 45,000 രൂപയ്ക്കാണ്. ഫ്ളാറ്റ് വാങ്ങിയവർ ആധാരത്തിൽ ഫ്ളാറ്റിന്റെ വിലയായി കാണിച്ചതാകട്ടെ 60,000 രൂപ മാത്രവും. കൊച്ചിയിലെ കണ്ണായ സ്ഥലത്ത് നാട്ടിൻപുറത്തുള്ളതിനേക്കാളും കുറഞ്ഞ തുക കാണിച്ചത് നികുതി വെട്ടിക്കാനാണ് എന്ന് ഉറപ്പാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഇല്ലാത്ത വഴി ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തുക മാത്രമല്ല റീഗൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ചെയ്തത്. നികുതി വെട്ടിക്കാനായി കൊച്ചി നഗരമധ്യത്തിലെ ഭൂമി വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. '2003-ലും 2004-ലുമാണ് ഫ്ളാറ്റ് നിർമ്മിക്കാനായി റീഗൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ പലരിൽ നിന്നായി ഭൂമി വാങ്ങിയത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഭൂമി പല ആധാരങ്ങളായാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 7 മീറ്റർ വഴിയുണ്ടെന്ന് കാണിച്ച ഭാഗത്തെ ഭൂമിയുടെ ആധാരമാണിത്. 23 സെൻറ്റ് ഭൂമിക്ക് ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത് 8,26,000 രൂപ, അതായത് സെൻറ്റിന് വെറും 35,000 രൂപ. ഫ്ളാറ്റ് നിർമ്മാതാക്കൾ പറഞ്ഞതുപോലെ 7 മീറ്റർ വഴി ഇതിലേക്ക് ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് സെൻറ്റിന് 35,000 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യാനാവുക? മറ്റൊരു ഭാഗത്തെ 4 മീറ്റർ റോഡുള്ള ഭൂമിയും ഫ്ളാറ്റ് നിർമ്മാതാക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ 13 സെൻറ്റ് ഭൂമിക്ക് 16 ലക്ഷം രൂപ, ഏകദേശം സെൻറ്റ് ഒന്നിന് 1 ലക്ഷം രൂപ. ആകെയുള്ള 57 സെൻറ്റ് ഭൂമിയുടെ ശരാശരി നോക്കിയാൽ സെൻറ്റിന് വെറും 45,000 രൂപ മാത്രമാണ് ആധാരത്തിൽ കാണിച്ചത്. ഇനി നമുക്ക് ഫ്ളാറ്റ് വാങ്ങിയവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ആധാരം കാണാം. ഞങ്ങൾ പരിശോധിച്ച ആധാരങ്ങളിൽ മിക്കവരുടെയും ആധാരത്തിൽ 60,000 രൂപയ്ക്കാണ് ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നത്. അതും കൊച്ചിയുടെ ഏറ്റവും ഹൃദയഭാഗത്ത്. വഴിയില്ലാത്ത സ്ഥലം നോക്കി തുച്ഛമായ വിലയ്ക്ക് ഭൂമി വാങ്ങുകയാണ് ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ചെയ്തതെന്ന് വ്യക്തം. അതിൻ്റെ 10-1 വില പോലും ആധാരത്തിൽ കാണിച്ചതുമില്ല. ഫ്ളാറ്റ് വിറ്റതായി ആധാരത്തിൽ കാണിച്ചതാകട്ടെ 60,000 രൂപയ്ക്കും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതിനൊപ്പം ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ് നടന്നു എന്ന കാര്യവും വ്യക്തമാണ്. നാട്ടിൻപുറത്തുള്ള വില പോലും കാണിക്കാതെയാണ് റീഗൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ആധാരം രജിസ്റ്റർ ചെയ്തത്. എങ്ങനെയാണ് കൊച്ചിയിലെ കണ്ണായ സ്ഥലത്ത് 60,000 രൂപയ്ക്ക് ഒരു ഫ്ളാറ്റ് വാങ്ങാൻ കഴിയുക? ഇതിന് ഫ്ളാറ്റ് ഉടമകളും മറുപടി പറയേണ്ടി വരും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. TV പ്രസാദ്, സാധാരണ അണ്ടർ വാല്യുവേഷൻ്റെ വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ റീഗൽ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹതയും തട്ടിപ്പുമാണ് എന്നതാണ് ഏറ്റവും പുറത്തു വരുന്ന വിവരം. അതായത് ഈ വഴി ഇല്ല എന്നത് കാണിച്ച് കുറഞ്ഞ വില കാണിക്കുന്നു. അതിനുശേഷം പിന്നീട് ഫ്ളാറ്റ് നിർമ്മിക്കുമ്പോൾ അതിലും കുറഞ്ഞ വില കാണിക്കുന്നു. അത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വിലയേക്കാൾ 60,000 രൂപയാണ് സെൻറ്റിന്. കല്ലൂരിലെന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ വിശ്വസിച്ചാണ് എടപ്പള്ളിയിൽ ഈ കല്ലൂർ ഭാഗത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അഴിമതി റീഗൽ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതല്ലേ ഏറ്റവും ഒടുവിൽ നാം പുറത്തുവിടുന്ന ഈ വാർത്തയും? ഉറപ്പാണ് അരുൺ. കാരണം നിയമം ലംഘിച്ചുകൊണ്ട് നടന്ന ഈ നിർമ്മാണത്തിന് പിറകിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി തന്നെ കാണാൻ കഴിയും. കാരണം ഒരുപാട് വകുപ്പുകളാണ് ഇതിനകത്ത് വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയത്. ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇതിലുള്ളത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ കോർപ്പറേഷൻ പൊളിക്കാൻ ഉത്തരവിട്ടത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫ്ളാറ്റിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാനും അതിൻ്റെ രേഖകൾ എടുക്കാനും അത് പരിശോധിക്കാനും എല്ലാം കഴിഞ്ഞത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള വൻകിട കെട്ടിട നിർമ്മാണങ്ങളിൽ വലിയ തോതിലുള്ള മാനദണ്ഡ ലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന കാര്യം. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ പലയിടത്തും അണ്ടർ വാല്യുവേഷനായി പല രജിസ്ട്രേഷനുകളും നടക്കാറുണ്ടെങ്കിൽ പോലും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് 2003-2004 സമയത്ത് 35,000 രൂപ ഒരു സെൻറ്റിന് കൊടുത്ത് ഭൂമി വാങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. മാത്രമല്ല അരുൺ, അതിൽ തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അതായത് ആ ഭൂമിയിലേക്കാണ് 7 മീറ്റർ റോഡുണ്ടെന്ന് ഇവർ പറഞ്ഞതും പിന്നീട് അത് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ
പറമ്പാണെന്ന് ബോധ്യപ്പെട്ടതും. ചുരുക്കത്തിൽ ഇവിടെ ഈ കോർപ്പറേഷനിലെ എഞ്ചിനീയർമാരോ അതല്ലെങ്കിൽ ഇത് പരിശോധിക്കേണ്ട മറ്റു ഉദ്യോഗസ്ഥന്മാരോ മാത്രമല്ല എന്നുള്ളതാണ്, എങ്ങനെയാണ് അവിടെ ആ വഴി കാണിക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. GCDAയുടെ സ്ഥലമാണ് അതിൻ്റെ പുറത്തുള്ള വഴി എന്ന് പറയുന്നത്. GCDAയിൽ നടന്ന വലിയ ക്രമക്കേട് അത് വരും ദിവസം നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 7 മീറ്റർ വഴിയില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കെട്ടിട നിർമ്മാണ ചട്ടത്തിലുള്ള ലംഘനം കാണിച്ചതുകൊണ്ട് പൊളിക്കാൻ ഉത്തരവിടുന്നു. അതിൻ്റെ പിന്നാലെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. മാത്രമല്ല ഫ്ലാറ്റ് നിർമ്മാതാക്കളുടെ കാര്യത്തിലേക്ക് മാത്രമല്ല, വാങ്ങിയവരുടെ കാര്യത്തിലേക്ക് കൂടി വന്നാൽ ഫ്ലാറ്റ് നിങ്ങൾ നിർമ്മിക്കണം എന്ന രീതിയിലാണ് ഈ എഗ്രിമെൻ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് 60,000 രൂപ ഒരു ഫ്ലാറ്റിന് വാങ്ങിക്കുന്നത്. വെറും 60,000 രൂപയാണെന്ന് ഓർക്കണം അരുൺ. ഇങ്ങനെ 60,000 രൂപയ്ക്ക് ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ 35,000 രൂപയ്ക്ക് ഒരു സെൻറ്റിന്, ഇന്നിപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അടുത്തൊക്കെ ഒരു സെൻറ്റിന് എത്രയാണ് വില എന്ന് നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട എത്ര ലക്ഷങ്ങളാണ് ഇല്ലാതായത് എന്നുള്ളതാണ്. അതായത് ആരെങ്കിലും കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ഖജനാവിലേക്ക് വേണ്ട പണമാണ് തടസ്സപ്പെടുത്തുന്നത്, അതാണ് ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ഗൗരവമായ ഒരു കാര്യം ഉറപ്പാണ്. നമുക്കിനിയിപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതൊക്കെ ഉദ്യോഗസ്ഥർ, ഏതൊക്കെ വകുപ്പുകൾ എങ്ങനെയാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയതെന്ന് അതൊരു റീഗൽ ഫ്ലാറ്റിൻ്റേത് മാത്രമല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്യക്തമാണ്. ടി വി പ്രസാദ് പുറത്തുവിട്ട വാർത്തയാണ്. റീഗൽ ഫ്ലാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമുടി തട്ടിപ്പുകളാണ്, ആ തട്ടിപ്പുകളുടെ വാർത്തയാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഈ റീഗൽ ഫ്ലാറ്റ് സമുച്ചയം പൊളിച്ചു കളയാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. കോർപ്പറേഷൻ ഉത്തരവിട്ടിരിക്കുന്നത് ഇല്ലാത്ത വഴിയുണ്ടെന്ന ആധാരത്തിൽ കാണിച്ചാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചിരുന്നത്. എന്നാൽ ആരാണ് ഇതിന് അനുമതി നൽകിയത്? ലൊക്കേഷൻ സ്കെച്ച് അടക്കമുള്ളവ പരിശോധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷം മാത്രം അനുമതി കൊടുക്കാഞ്ഞത്? വില കുറച്ചു വെച്ചിരിക്കുന്നത് കലൂര് പോലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് കൊച്ചി നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് സെന്റിന് 60,000 രൂപ എന്ന നിലയിലാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം വിൽപ്പന നടത്തിയിരിക്കുന്നതും. ഇതും വളരെ ഗുരുതരമായ കാര്യമാണ്. ഇതിന് പിന്നിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത് അഴിമതിയുടെ ഒപ്പം തന്നെ ക്രമക്കേടിന്റെ ഒക്കെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. TV പ്രസാദ് പുറത്തുവിട്ട വാർത്തയാണ്. റീഗൽ ഫ്ലാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തട്ടിപ്പുകൾ റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവിടുന്നു.